الحمد لله الذي خلق النفوس وسواها ووعد بالفلاح أطيبها وأزكاها، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله، طاب حيا وميتا، اللهم صل وسلم وبارك عليه وعلى آله وصحبه والتابعين. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി, വിശ്വാസിനികളായി ജീവിതം നയിക്കണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ 40-ലധികം തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു പദമാണ് അത്വയ്യിബ് അല്ലെങ്കിൽ അത്വയ്യിബ എന്നൊക്കെ. നമുക്കൊക്കെ പരിചയമുള്ള ഒരു പദമാണ്. എന്താണ് നിന്റെ വിശേഷം, കൈഫ ഹാലക് എന്ന് ചോദിച്ചാൽ അതിൽ നമ്മൾ കൊടുക്കുന്ന മറുപടികളിൽ ഒന്ന് അത്വയ്യിബ് എന്നത്. നല്ലത്, നന്മ നിറഞ്ഞത് എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം. എന്തിനാണ് വിശുദ്ധ ഖുർആൻ ഈ പദം അല്ലെങ്കിൽ ഇതിനോട് അർത്ഥ സമാനമുള്ള മറ്റു പദങ്ങൾ ഒരുപാട് തവണ ആവർത്തിച്ചു പറഞ്ഞ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്? എല്ലാം വിശിഷ്ടമായിരിക്കണം. നമ്മുടെ പ്രവർത്തനം, നമ്മളുടെ സമ്പാദ്യം, നമ്മളുടെ സ്വഭാവം, ഇതെല്ലാം വിശിഷ്ടമായിരിക്കണം, നല്ലതായിരിക്കണം എന്നതുകൊണ്ടാണ്. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു ത്വയ്യിബാണ്, നന്മ നിറഞ്ഞതാണ്, വിശിഷ്ടമാണ്, നല്ലതാണ് എന്നൊക്കെ പറയാം, അങ്ങനെയുള്ളവനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, വിശിഷ്ടമായതല്ലാതെ, നല്ലതല്ലാതെ അവൻ നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്നാണ്. ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ടതെല്ലാം, നമ്മൾ ചെയ്യുന്നതെല്ലാം ത്വയ്യിബാകണം, നല്ലതാകണം എന്ന് പറയുമ്പോൾ അതിൽ ആദ്യമായി നല്ലതാകേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും നല്ലതാകേണ്ടത് നമ്മുടെ മനസ്സാണ്. തീബുൻ നഫ്സ് മിനൻ നഈം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് തീബുൻ നഫ്സ്, നല്ല മനസ്സ്, നന്മ നിറഞ്ഞ മനസ്സ് എന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമ്മുടെ ശരീരം നല്ലതാവുന്നതിനേക്കാൾ, അതുപോലെ തന്നെ മറ്റുള്ള സംഗതിയൊക്കെ നന്നാവുന്നതിനേക്കാൾ ഏറ്റവും നന്നാകേണ്ടത്, ആദ്യമായി നന്നാകേണ്ടത് നഫ്സാകുന്നു, മനസ്സാകുന്നു എന്നാണ്. എന്തുകൊണ്ടാണത്? നമ്മുടെ മനസ്സ് നന്നായാൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നന്നാകും. മനസ്സ് വിശിഷ്ടമായാൽ നമ്മളിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സുന്ദരമായ ഒരു ഉദാഹരണം പറഞ്ഞു. അത് കമസലിൻ നഹ്ല എന്ന, തേനീച്ചയെ പോലെയാണ്. എന്താ തേനീച്ചയുടെ സവിശേഷത? അകലത് ത്വയ്യിബൻ, അത് തിന്നുന്നത് ത്വയ്യിബാണ്, നല്ലതാണ്, നല്ലതാണ് അത് ഭക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വവളഅത് ത്വയ്യിബ, അത് നമുക്ക് നൽകുന്നതും അതുപോലെ വിശിഷ്ടമാണ്. അപ്പൊ നന്മ നിറഞ്ഞതിൽ, നല്ലതിൽ മാത്രം പോയിരിക്കുള്ളൂ. തേനീച്ച മറ്റേ ഈച്ചനമായില്ല, മറ്റേ വൃത്തികെട്ടോടത്തൊക്കെ പോയിരിക്കും. തേനീച്ച അങ്ങനല്ല, വൃത്തിയുള്ളോടത്ത്, നല്ല സ്ഥലത്ത് തിന്നുന്നത് നല്ലത്, നമുക്ക് നൽകുന്നതും അതിലേറെ വിശിഷ്ടമായതാകുന്നു എന്നാണ്. അതാണ് മനസ്സ് നന്നായിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി നന്നാകുന്നു എന്ന് പരിചയപ്പെടുത്തി തരുന്നു. ആ നന്നായ വ്യക്തിയെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞു തരുന്നുണ്ട്.
ഒരു മനുഷ്യൻ നന്നായിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ലൈസ ബിത്വആൻ വലൽ ലആൻ വലൽ ഫാഹിഷ് വലൽ ബദി എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം വ്യക്തിത്വങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാം. ലൈസ ബിത്വആൻ, ഒരു മനുഷ്യൻ നന്നായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ കുത്തുവാക്ക് പറയുന്നവനാവൂല. അതുപോലെ തന്നെ വലൽ ലആൻ, ശപിക്കുന്നവനാവൂല. വലൽ ഫാഹിഷ്, മ്ലേച്ഛമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനാവുകയില്ല. വലൽ ബദി, അതുപോലെ തന്നെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനൊന്നും ആവില്ല. ഒരു മനുഷ്യന്റെ മനസ്സ് നന്നായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ നന്നാവുന്നു. ആ മനുഷ്യൻ നന്നായി കഴിഞ്ഞാൽ അവനിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ഇപ്രകാരമായിരിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. നന്മ നിറഞ്ഞ വ്യക്തികളാകാൻ, നന്മ നിറഞ്ഞ വ്യക്തികളുടെ അടയാളമായി പരിചയപ്പെടുത്തി തരുന്ന ചില സംഗതികൾ. അതിലൊന്ന്, നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകൾ അവർ ജനങ്ങളെ നിറഞ്ഞ പുഞ്ചിരിയോട് കൂടിയിട്ടായിരിക്കും സ്വീകരിക്കുക എന്ന്. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരനോട് പുഞ്ചിരിയോടുകൂടെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നു. അപ്പൊ നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി, സദാ ഒരു പുഞ്ചിരി ഉണ്ടാവുക എന്നുള്ളത് നന്മ നിറഞ്ഞ മനസ്സിന്റെ ആ ഒരു അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി തരാം. രണ്ടാമത്തേത്, ജനങ്ങളെ ആദരവോടെ അഭിവാദ്യം ചെയ്യുന്നു. ആ പദപ്രയോഗം തന്നെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ ആളുകൾക്ക് അഭിവാദ്യം ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ അവർക്ക് കൈ കൊടുക്കാറുണ്ട്. അവര് ഇഷ്ടത്തോട് കൂടിയിട്ടായിരിക്കില്ല, കയ്യിൽ നിന്ന് മുഴുവൻ കൊടുക്കില്ല. കണ്ടിട്ടില്ല നിങ്ങൾ? ഇങ്ങനെ അതിന്റെ ഒരു 2 വിരലൊക്കെ പിടിക്കുന്നുണ്ടാവും. ഒരു മനസ്സിനുള്ള ആ ഒരു അനിഷ്ടമായിരിക്കാം ആ പ്രകടിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകൻ ത്വയ്യിബ, നിങ്ങൾ ആ ചെയ്യുന്ന അഭിവാദ്യം തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള തഹിയ്യത്താണ്. അള്ളാഹു അങ്ങനെയാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. സലാമുൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അഭിസംബോധനം ഉള്ളത്. മുബാറകൻ ത്വയ്യിബ, അനുഗ്രഹീതമായ വിശിഷ്ടമായ ആ ഒരു അഭിവാദ്യമായിരിക്കും അവർ ജനങ്ങൾക്ക്, ആ ഒരു ആദരവോടെ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു എന്നത് രണ്ടാമത്തെ അടയാളമാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ നന്നായി, അവന്റെ മനസ്സ് നല്ലതാണ് എന്നതിന്റെ മറ്റൊരു അടയാളം അവൻ സംസാരം നന്നാക്കും എന്നാണ്. വഅതീബുൽ കലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ സംസാരം നന്നാക്കി, നല്ല രൂപത്തിലായിരിക്കണം നമ്മളിൽ നിന്ന് വരുന്ന സംസാരം എന്ന് ഉള്ളത് പരിചയപ്പെടുത്തി തരുന്നു. മാത്രമല്ല വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നല്ല വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. നമ്മളിൽ നിന്നുള്ള ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ് എന്ന് പരിചയപ്പെടുത്തി തരുന്നു. അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുന്നത്, കയറിപ്പോകുന്നത് ഏറ്റവും നല്ല വാക്കാവുന്നു. അപ്പൊ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുക നന്മ നിറഞ്ഞ വാക്കുകളും നല്ല വാക്കുകളുമായിരിക്കും എന്ന് പരിചയപ്പെടുത്തി. ഇതൊക്കെ നന്മ നിറഞ്ഞ മനസ്സിന്റെ അടയാളമാകുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകളായി തീരാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ചില സംഗതികൾക്ക് വേണ്ടി നമ്മൾ ഭക്ഷിക്കേണ്ടത് നല്ലതാകണം. നമ്മുടെ ഭക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവവും ഒക്കെ ആയിട്ടൊക്കെ ബന്ധമുണ്ട്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ, നിങ്ങൾ എന്തെങ്കിലും വാരി വലിച്ച് തിന്നാൻ പാടില്ല. കിട്ടുന്നതൊക്കെ തിന്നാൻ പറ്റിയതാണ് എന്നുള്ള നിലക്ക് അങ്ങനെ തിന്നാൻ പാടില്ല. തിന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഹലാലും ത്വയ്യിബും ആയിരിക്കണം. ഒന്ന് ഹലാൽ, നമുക്ക് അനുവദിച്ചതായിരിക്കണം. ഇനി അനുവദിച്ചതിൽ തന്നെ ത്വയ്യിബും ത്വയ്യിബല്ലാത്തതും ചിലപ്പോൾ ഉണ്ടായിരുന്നു. അനുവദിച്ച സംഗതി തന്നെ ഇഷ്ടംപോലെ വയറ് നിറച്ച് തിന്നാൽ അത് ത്വയ്യിബാവില്ല. അപ്പൊ അത് തന്നെ കേട് വന്നിട്ടുണ്ടെങ്കിൽ ത്വയ്യിബാവില്ല. അപ്പൊ അനുവദിച്ച സംഗതി തന്നെ ആയിരിക്കാം, അതോടൊപ്പം തന്നെ ത്വയ്യിബുമായിരിക്കണം നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. നമ്മൾ ഹറാമ് തിന്നുന്നു, ഹറാമ് നമ്മുടെ മക്കളെ തീറ്റിക്കുന്നു, നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവില്ല, മനസ്സ് കേടുവന്നു പോകും എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പോ ഒന്ന് നല്ലതായിരിക്കണം ഭക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ നല്ല രൂപത്തിൽ സമ്പാദിക്കണം, നല്ല രൂപത്തിലായിരിക്കണം ചെലവഴിക്കുകയും ചെയ്യേണ്ടത്. വഅൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും, വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ ചെലവഴിക്കുമ്പോഴും നല്ലതായിരിക്കണം. എങ്ങനെയെങ്കിലും സമ്പാദിച്ചിട്ട് ഏതെങ്കിലും ഒരു വഴിയിലൂടെ ചെലവഴിക്കുക എന്നുള്ള രൂപമാകാൻ പാടില്ല. നല്ലതായിരിക്കണം നിങ്ങൾ ചെലവഴിക്കേണ്ടത് എന്ന് പരിചയപ്പെടുത്തി തരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടുംബം രൂപപ്പെടുത്തേണ്ടതും നല്ല രൂപത്തിലായിരിക്കണം.
വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുക. ത്വയ്യിബീകളായ ആളുകളിൽ നിന്നാണ് അവർക്കാണ് നല്ല ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടായി വരിക. അതുകൊണ്ട് നല്ല രൂപത്തിലായിരിക്കണം നിങ്ങളുടെ കുടുംബ സംവിധാനം രൂപപ്പെടുത്തേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തും. സമൂഹത്തിൽ അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിലൊക്കെ നമ്മൾ ഇടപെടുന്ന സന്ദർഭത്തിൽ ഏറ്റവും നന്മ നിറഞ്ഞ രൂപത്തിലായിരിക്കണം ഒരു വിശ്വാസി ഇടപെടേണ്ടത് എന്ന് പരിചയപ്പെടുത്തി തരിക. ഇങ്ങനെ ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയായി കഴിഞ്ഞാൽ വിശിഷ്ടമായ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ച് റസൂൽ പരിചയപ്പെടുത്തി തരുന്നു. ആദർ റജുൽ അഖാഹു ഔ സാറഹു. ഇതൊരു നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമയുടെ പ്രവർത്തനമാണ്. അവൻ തന്റെ സഹോദരനെ സന്ദർശിച്ചു. വെറുതെ എന്തെങ്കിലും ഒന്നുമില്ല, ഒന്ന് സന്ദർശിച്ചു. എന്റെ സുഹൃത്താകുന്നു എന്നുള്ള നിലയിൽ കുറെ ദിവസമായി കണ്ടിട്ടൊന്ന് കാണാൻ പോകണം എന്നുള്ള നിലക്ക് സന്ദർശിച്ചതാണ്. അല്ലെങ്കിൽ അവർ രോഗിയായ സന്ദർഭത്തിൽ സന്ദർശിച്ചു. അതാണ് ആദർ റജുലു അഖാഹു ഔ സാറഹു. അങ്ങനെയാണെങ്കിൽ ഖാല അല്ലാഹു ലഹു, അല്ലാഹു പറയും, തിബ്ത വതാബ മംശാക്, നീ നല്ലൊരു കാര്യമാണ് ചെയ്തത്, നിന്റെ ആ നടത്തം നന്നായി എന്ന് മാത്രമല്ല വതബവ്വഅത മൻസിലൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അതിന്റെ പേരിൽ ഇതാ നിന്റെ ഒരു ഭവനം അവിടെ റെഡിയായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുമെന്ന്. ഇതിങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ച് മാത്രം സൂചിപ്പിച്ചതല്ല. നന്മ നിറഞ്ഞ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏത് പ്രവർത്തനത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം അതായിരിക്കും എന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ നന്മ നിറഞ്ഞതും നല്ലതുമായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. അൽഹംദുലില്ലാഹില്ലദീ വഅദ അസ്ഹാബൻ നുഫൂസി ത്വയ്യിബതി അജ്റൻ അളീമ വഅഅദ്ദ ലഹും മഖാമൻ കരീമ വസ്സലാത്തു വസ്സലാമു അലാ നബിയിഹി വമുസ്തഫാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇഹ്തദാ ബിഹുദാ. സഹോദരന്മാരെ, സഹോദരികൾ, നമ്മൾ മനസ്സിലാക്കിയ സംഗതി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നല്ലതായിരിക്കണം എന്നതാണ്. അതിന് ഏറ്റവും ആദ്യം നന്നാകേണ്ടത് നമ്മുടെ മനസ്സാണ്. നല്ല മനസ്സിൽ നിന്നാണ് നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ചാണ്. നമ്മൾ അധിവസിക്കുന്ന UAE, അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണാധികാരികൾ ഇവിടെയുള്ള ആളുകൾക്ക് ഏറ്റവും വിശിഷ്ടമായത് നൽകണം, ഏറ്റവും നല്ലത് നൽകണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. ബൽദത്തുൻ ത്വയ്യിബ എന്ന് വിശുദ്ധ ഖുർആൻ ആളുകൾക്ക് നന്മ പ്രദാനം ചെയ്യുന്ന രാജ്യത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇങ്ങനെ ഭരണാധികാരികൾ പ്രജകൾക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ നമ്മൾ പ്രജകൾ എന്നുള്ള നിലയിൽ, പൗരന്മാർ എന്നുള്ള നിലയിൽ ആ ഒരു നന്മ ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ തിരിച്ചും നന്മ ചെയ്യാനുമുള്ള മനസ്സും നമുക്കുണ്ടാകണം. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി. വിശുദ്ധ ഖുർആൻ നല്ല രാജ്യത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി തന്നപ്പോൾ വൽ ബലദു ത്വയ്യിബ്, നല്ല ആ ഒരു രാജ്യം, അത് യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, ആ നല്ല രാജ്യത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന അതിന്റെ ഫലങ്ങളും ഏറ്റവും നല്ലതായിരിക്കും എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മക്കായി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ നന്മ നമ്മളിൽ നിന്നുണ്ടാകാൻ വേണ്ടിയിട്ട് നന്മക്കായി നമ്മൾ ആഗ്രഹിക്കണം, പ്രവർത്തിക്കണം, അതിന്റെ പ്രചാരകവും ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ തിന്മകൾ, ഇപ്പൊ പലപ്പോഴും ആളുകളുടെ ഒരു സ്വഭാവം, എന്തെങ്കിലും മോശപ്പെട്ടതുണ്ടെങ്കിൽ അത് നന്നായി പ്രചരിപ്പിക്കുകയും നന്മകളെ മൂടിവെക്കുകയും ചെയ്യുന്ന സ്വഭാവമായിരിക്കും ഉണ്ടാകും. അത് വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവും, സാമൂഹികമായിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഇങ്ങനെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം ഒരു സ്വഭാവമാകാൻ പാടില്ല. നന്മയുടെ പ്രചാരകരായിരിക്കണം നമ്മൾ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ നമ്മൾ നന്മ ചെയ്യുമ്പോൾ, നല്ലത് ചെയ്യുമ്പോൾ അത് ഈ ലോകത്തും നാളെ പരലോകത്തും അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ, മുഅ്മിനായിക്കൊണ്ട് ഒരാൾ നന്മ ചെയ്താൽ, അത് ആണായാലും പെണ്ണായാലും ഒക്കെ അവർ നന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുക. നല്ല ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടാകുക.
അങ്ങനെയാണല്ലോ നമ്മുടെ മനസ്സിൽ കുറുമ്പും കുശുമ്പും മറ്റുള്ളവരോട് അസൂയയും വെറുപ്പും ഇതാണെന്നുണ്ടെങ്കിൽ എന്നും ഇങ്ങനെ തന്നെ ആ ജീവിതത്തിനൊരു സുഖം ഉണ്ടാവില്ല. എന്നാൽ തെളിഞ്ഞ മനസ്സോടുകൂടെ ജീവിക്കുമ്പോൾ അവന് ഈ ലോകത്ത് നന്മ നിറഞ്ഞ ജീവിതമായിരിക്കും ഉണ്ടാവുക. ഇനി അതിനപ്പുറം നാളെ പരലോകത്തോ ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദ്നിൻ വറിദ്വാനും മിനല്ലാഹി അക്ബർ ദാലിക ഹുവൽ ഫൗസുൽ അലീം എന്ന് പരിചയപ്പെടുത്തി. ആ വിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല വമസാകിന ത്വയ്യിബതൻ, വിശിഷ്ടമായ ഭവനങ്ങളാണ്. അതുപോലെ തന്നെ ഫീ ജന്നാത്തി അദ്നിൻ വറിദ്വാനും മിനല്ലാഹി അക്ബർ, ഇനി അതിലൊക്കെ അപ്പുറമായിട്ട് അവർക്ക് അള്ളാഹുവിന്റെ സംതൃപ്തിയും ലഭിക്കുന്നു. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഏറ്റവും വലിയ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കാൻ നമ്മുടെ മനസ്സ് നന്നാവുകയും അതുപോലെ തന്നെ അതിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി തീർക്കുകയും ചെയ്യുക അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പല രൂപത്തിലുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. വസല്ലല്ലാഹുമ്മ വസല്ലം വബാരിക അലാ സയ്യിദിനാ വനബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വറളല്ലാഹുമ്മ അനിൽ ഖുലഫാഇർ റാഷിദീൻ വഅൻ സായിരി സ്വഹാബത്തിൽ അക്രമീൻ. اللهم أدم على دولة الإمارات الأمان والاستقرار والرقي والازدهار وعم العالم بالرحمة والسلام. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى، واشمل بتأييدك حاكم إماراتنا الشيخ حمد بن محمد الشرقي ولي عهده. اللهم ارحم الشيخ زايد وشيخ راشد وشيخ محمد بن حمد الشرقي والقادة المؤسسين وشيخ مكتوم وشيخ خليفة بن زايد وأدخلهم بفضلك فسيح جناتك، واشمل شهداء الوطن برحمتك وأفرانك. اللهم ارحم المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.